സാം പിത്രോദയുടെ ചൈന അനുകൂല പ്രസ്താവനയിൽ വെട്ടിലായി കോൺഗ്രസ്. ചൈന ശത്രുരാജ്യമല്ലെന്നും ഇന്ത്യ ആ മനോഭാവം മാറ്റണമെന്നുമുള്ള പ്രസ്താവനയാണ് വിവാദമായത്. ലോക്സഭയിൽ രാഹുലിൻ്റെ ചൈന അനുകൂല പ്രസംഗത്തിന് പിന്നാലെയാണ് സാം പിത്രോദയും ചൈനയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. I don't know what is the threat from China. I think there is always this thing blown out of at times proportion because US has the habit of defining an enemy. യെസ്, ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ഗൗതം, നമുക്കറിയാം സാം പിത്രോദ അദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളിലൂടെ എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ നോക്കൂ, ചൈന ഏത് രീതിയിലാണ് നമ്മുടെ ശത്രു എന്നറിയില്ല എന്നാണ് സാം പിത്രോദ പറഞ്ഞിരിക്കുന്നത്. ചൈനയുമായിട്ട് കോൺഗ്രസ്, പ്രത്യേകിച്ച് രാഹുലിൻ്റെ കുടുംബവും എത്രയോ വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ഒക്കെയുണ്ട്. അതെല്ലാം പുറത്ത് വന്നതാണ്. ഈ ഒരു പരാമർശം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി, കുറച്ച് ദിവസം നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയതാണോ, അതോ ചൈന ശത്രുരാജ്യമല്ല, ഇന്ത്യ ആ മനോഭാവം മാറ്റണമെന്ന സാം പിത്രോദയുടെ പരാമർശം, അതിന് പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ അജണ്ടയുണ്ടോ ഗൗതം? അനിൽ നമ്പ്യാർ, ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഈ ഓവർസീസ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സാം പിട്രോഡ നടത്തിയിട്ടുള്ളത്. ഒരു ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകുന്ന അഭിമുഖത്തിനിടയിൽ ചൈനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി ചൈന എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ശത്രു രാജ്യമാകുന്നത്, ഭാരതം ഈ ഒരു മനോഭാവം മാറ്റണം, അതായത് ഇന്ത്യയുടെ മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്, ചൈന ഒരു രീതിയിലും ഇന്ത്യയുടെ ശത്രു രാജ്യമല്ല, ഇത് വർഷങ്ങളായി തന്നെ നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണ് എന്നൊരു പ്രസ്താവന ഇദ്ദേഹം നടത്തുകയായിരുന്നു. അതിനെതിരെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ചൈന മനോഭാവമാണ് മുതിർന്ന നേതാവായ സാം പിട്രോഡയിലൂടെ പുറത്തു വന്നത് എന്ന ആരോപണമാണ് BJP ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നത്. അതായത് ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വെട്ടിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ചർച്ചയിൽ ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഹുൽ നടത്തിയ മറ്റൊരു ചൈന അനുകൂല പ്രസ്താവനയാണ്. അതായത് രാഹുലിൻ്റെ പ്രസംഗം ഏതാണ്ട് 45 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിൽ 35 തവണ അദ്ദേഹം ചൈന എന്ന് പറഞ്ഞു എന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഭാരതത്തിൻ്റെ വാണിജ്യ മേഖലയും ചൈനയുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൈന ഒരുപാട് മുന്നിലാണെന്നും മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള ഇന്ത്യയുടെ പദ്ധതികൾ പരിപൂർണ പരാജയമാണ്, അതായത് ചൈനയുമായി നമുക്കൊരു കോമ്പറ്റീഷൻ പറ്റത്തില്ല, ചൈനയാണ് എല്ലാ കാര്യത്തിലും മുന്നിൽ എന്ന് പറഞ്ഞ രാഹുൽ തുടർച്ചയായി ചൈന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് BJP വിമർശിച്ചത്. 45 മിനിറ്റ് പ്രസംഗത്തിൽ 34 തവണ ചൈന എന്ന് രാഹുൽ പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൻ്റെയൊക്കെ അടുത്തയാളും രാഹുലിൻ്റെയൊക്കെ അടുത്ത ആളാണ് ഈ സാം പിട്രോഡ. ഇദ്ദേഹം തുറന്നടിക്കുകയാണ്. അതായത് ഈ ചൈന എന്ന് പറഞ്ഞ ഒരു ശത്രു രാഷ്ട്രമേ അല്ല എന്ന് പറയുന്നു എന്നത് മാത്രമല്ല, ഇന്ത്യക്കാരുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അതായത് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ചൈന എന്തോ തെറ്റാണ്, ചൈന ഒരു മോശപ്പെട്ട രാജ്യമാണെന്ന് ചിന്തിക്കുന്നത് ഇന്ത്യക്കാരുടെ തെറ്റായ ചിന്താഗതിയുടെ കുഴപ്പമാണ് എന്ന് ഇദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ BJP വർഷങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്, ചൈനയുടെ ഒരു B ടീം എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസും നെഹ്റു കുടുംബവും നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി ചൈനീസ് എംബസിയിൽ ഒരു രഹസ്യ സ്വഭാവമുള്ള കൂടിക്കാഴ്ച നടത്തിയ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷം പലതവണ രാഹുൽ ഈ ചൈന അനുകൂലമായ പ്രസ്താവനകൾ മുൻപും നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം. അതിന് പിന്നാലെ ഇപ്പോൾ ഈ സാം പിട്രോഡ കൂടി നടത്തിയിട്ടുള്ള ഈ ഒരു ചൈന അനുകൂല പ്രസ്താവനയാണ് BJP വലിയ ആയുധമാക്കി മാറ്റുന്നത്. കോൺഗ്രസ് ചൈനയ്ക്കൊപ്പം നിൽക്കാനാണ് ശ്രമിക്കുന്നത്, ചൈനയുടെ കടുത്ത ആരാധകരായി കോൺഗ്രസ് നേതാക്കൾ മാറുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നു. എന്തായാലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ സാം പിട്രോഡ നടത്തിയിട്ടുള്ള പ്രസ്താവന. ഇന്നലെ വൈകുന്നേരം പല കോൺഗ്രസ് നേതാക്കളും ഇത് തള്ളുന്നുണ്ട്, അതായത് ഇത് സാം പിട്രോഡയുടെ വ്യക്തിപരമായ പരാമർശമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴുമുള്ള പ്രശ്നം ഇത് സാം പിട്രോഡയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ തന്നെ ചൈനയെ അനുകൂലിക്കുന്നുണ്ട്. മുൻപ് സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്നും ഇത്തരം പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അതിനാൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ബോധപൂർവമായി ഭാരതത്തിൻ്റെ ശത്രു രാഷ്ട്രമായി നിലനിൽക്കുന്ന ചൈനയെ അനുകൂലിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം ഇപ്പോൾ ഉയരുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, സാം പിത്രോദയുടെ ചൈന അനുകൂല പ്രസ്താവന അത് വിവാദമായിരിക്കുകയാണ്.
കൃഷ്ണരാജ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതായത് ചൈനയെ ചങ്കയിലേറ്റി നടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാർ കൂടിയാണ്. ഈ പിത്രോദയാണ് രാഹുലിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. രാഹുൽ പാർലമെൻറ്റിനകത്തും അതുപോലെ പുറത്തും നടത്തുന്ന ഓരോ പ്രസ്താവനയും പിത്രോദ എഴുതി കൊടുക്കുന്നതാണ്. അത് അദ്ദേഹം വായിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് പഠിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു പക്ഷേ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും. നേരത്തെ നടപടി നേരിട്ടതാണ് അദ്ദേഹം. പിന്നെയും അദ്ദേഹത്തെ അതേ സ്ഥാനത്ത് തന്നെ തിരിച്ച് കൊണ്ടുവന്നു. പക്ഷേ കോൺഗ്രസ് ചൈന ബന്ധം അത് അടിവരയിടുന്ന ഒരു പരാമർശം കൂടിയാണ് ഇത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം ആണ്. ചൈനയെ, അതായത് ഇന്ത്യ അംഗീകരിക്കണം, ചൈനയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ. ചൈനയെ തൽക്കാലം മറികടക്കാൻ നമുക്കാകില്ല എന്നൊക്കെ അതെ. ലോക്സഭയിൽ 34 വട്ടം ചൈന എന്ന വാക്ക് ഉച്ചരിച്ച് രാഹുൽ പറയുമ്പോൾ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം.